ഇന്ന് ജൂൺ 2 പുതിയ OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ് ടൂറിസ്റ്റ് ഫാമിലി എന്ന മികച്ച അഭിപ്രായം നേടി വിജയിച്ച തമിഴ് ചിത്രം ഇന്ന് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും 10 കോട്ട സിംപ്ലി സൗത്തിലൂടെ തമിഴ് ഭാഷയിൽ മാത്രമായിട്ടും OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ദേവിക ആൻഡ് ദാനി എന്നൊരു തെലുങ്ക് റൊമാൻറ്റിക് സീരീസ് ജൂൺ 6 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം അടക്കം പാനിന്ത്യൻ ഭാഷകളിൽ OTT റിലീസാകും. പാത്ത് എന്നൊരു മലയാളം ചിത്രം വരുന്ന ജൂൺ 6 മനോരമ മാക്സിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു മലയാളം ത്രില്ലർ ചിത്രമാണ് ജമാലിന്റെ പുഞ്ചിരി. സിനിമ ഇപ്പം ഗുഡ്വിൽ സിനിമാസ് എന്ന യൂട്യൂബ് ചാനലിൽ മലയാളം ഭാഷയിൽ റിലീസായിട്ടുണ്ട്. മുന്ന എന്നൊരു മലയാളം സിനിമയും സ്പീഡ് ഓഡിയോ ആൻഡ് വീഡിയോ എന്ന യൂട്യൂബ് ചാനലിലൂടെ മലയാളം ഭാഷയിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. അടുത്തത് രജനീകാന്ത് അടക്കം അഭിനയിച്ച് വിജയിക്കാൻ സാധിക്കാതെ പോയ തമിഴ് സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ലാൽ സലാം. നേരത്തെ ഹിന്ദി ഭാഷയിൽ TV റിലീസ് ചെയ്ത ഈ സിനിമ വരുന്ന ജൂൺ 6 സൺ നെക്സ്റ്റിലൂടെ തമിഴ് ഭാഷയിൽ സിനിമയുടെ എക്സ്റ്റൻഡ് വേർഷൻ OTT റിലീസാകും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് സൺ നെക്സ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. സ്റ്റോളൻ എന്നൊരു ഹിന്ദി ഡ്രാമ ത്രില്ലർ ചിത്രം ജൂൺ 4 ആമസോൺ പ്രൈമിലൂടെ ഹിന്ദി ഭാഷയിൽ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച അഭിപ്രായം നേടി വിജയിച്ച സിന്നേഴ്സ് എന്ന ഹോളിവുഡ് സൂപ്പർ നാച്ചുറൽ ഹൊറർ ചിത്രം ഇപ്പം മുതൽ ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ആയിട്ടുണ്ട്. നാളെ ജൂൺ 2 കൂടുതൽ OTTയിലും സിനിമ ലഭ്യമാകുന്നതാണ്. അടുത്തത് ടോവിനോ തോമസ് നായകനാകുന്ന മികച്ച അഭിപ്രായം നേടി ഓടിക്കൊണ്ടിരിക്കുന്ന സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലർ മലയാളം ചിത്രമാണ് നരിവേട്ട. നേരത്തെ ടോവിനോ നായകനായ ഐഡന്റിറ്റി സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയ Z5 സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കിയേക്കുമെന്നും ജൂൺ മാസം അവസാനത്തോടെയോ അല്ലെങ്കിൽ ജൂലൈ ആദ്യ വാരത്തോടു കൂടിയോ OTT റിലീസ് ഉണ്ടായേക്കുമെന്നുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. അവസാനത്തെ അപ്ഡേറ്റ് വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന മോശമല്ലാത്ത അഭിപ്രായം നേടിയ ഇൻവെസ്റ്റിഗേഷൻ കോമഡി ക്രൈം ത്രില്ലർ മലയാളം ചിത്രമാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഈ സിനിമയുടെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിക്കുമെന്നാണ് വിവരം. നെറ്റ്ഫ്ലിക്സ് സിനിമയുടെ OTT അവകാശം സ്വന്തമാക്കുകയാണെങ്കിൽ സിനിമ ജൂൺ മാസം അവസാനത്തോടു കൂടി തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്.